അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അഅതിയതു ഉമ്മത്തി ഫീ ശഹ്രി റമളാനി ഖംസാ. റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 അനുഗ്രഹങ്ങളാണ് എനിക്കും നിങ്ങൾക്കും ചെയ്തു തന്നിരിക്കുന്നത്. ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ അനുചരന്മാർക്കും ഒരാൾക്കും അല്ലാഹു ഇന്ന് വരെ കൊടുക്കാത്ത 5 മഹാഭാഗ്യങ്ങളാണ് റമളാൻ മാസത്തിൽ അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുവോ? ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയുവോ? അല്ലാഹു ഒരു സമുദായത്തിനും കൊടുക്കാത്ത 5 അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ നളറ അല്ലാഹു തആല ഇലൈഹിം വമൻ നളറ അല്ലാഹു ഇലൈഹിം ലം യുഅദ്ദിബുഹു അബദാ. ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയുവോ? റമളാനിന്റെ ഒന്നാമത്തെ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ? റമളാനിന്റെ ഒന്നാമത്തെ രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ? നാളെ റമളാനാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, എല്ലാവരും നാളെ നോമ്പിന്റെ തുടക്കമാണോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇശാ ബാങ്ക് കഴിഞ്ഞിട്ട് നമസ്കരിക്കാതെ കാത്തിരുന്ന ഒരു ദിവസമുണ്ടായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, ആ ദിവസത്തിൽ അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്. അല്ലാഹുവേ, പള്ളിക്കകത്ത് നോമ്പ് പ്രതീക്ഷിച്ചിട്ട് 2 മാസക്കാലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റു റമളാൻ. 2 മാസം പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് എനിക്ക് റമളാൻ വരെ ആയുസ് തരണേ എന്ന് ദുആ ചെയ്ത് കാത്തിരിക്കുന്ന ആ അതിഥി കടന്നു വരുന്ന സമയമുണ്ടല്ലോ, അത് കാത്തിരുന്ന സമയമുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഈ വന്ന റമളാൻ ഉണ്ടല്ലോ, എല്ലാവരും വിചാരിച്ച് ചൊവ്വാഴ്ചയായിരിക്കും നോമ്പ്, അല്ലെങ്കിൽ ബുധനാഴ്ചയായിരിക്കും നോമ്പ്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് റമളാൻ ഇങ്ങ് കേറി വന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, റമളാനിലെ പ്രതീക്ഷിച്ചുകൊണ്ട് നിസ്കാരപ്പായിലിരുന്നവന്റെ മുഖത്തേക്ക് അല്ലാഹു നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആരുടെയെങ്കിലും മുഖത്ത് അല്ലാഹുവിന്റെ ആ നോട്ടം എത്തിയിട്ടുണ്ടെങ്കിൽ പൊന്നുമോനെ ലം യുഅദ്ദിബുഹു അബദാ, നരകം നിനക്ക് ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, അല്ലാഹു തന്റെ അടിമകളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആരുടെ മുഖത്താ നോട്ടമെത്തിയോ പിന്നെ ഒരിക്കലും അവനെ റബ്ബ് ശിക്ഷിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ നോട്ടം കിട്ടിയവരിൽ എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഭാഗ്യം KL 60G 1111 അല്ലേ? എത്ര നമ്പർ ഇപ്പൊ? 51 11 11 ആകുമ്പോ KL 60G 51 11 11 51 101 KL 60K 57 86 ഈ 2 വണ്ടി ഒന്ന് മാറ്റി കൊടുക്കുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ ഭാഗ്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഇന്ന ഖലുഫ ഫഅഫ്വാഇഹിം ഹീന യമുസൂന അത്യബ ഇൻദല്ലാഹ്. നോമ്പ് പിടിച്ചിരിക്കുന്നവനാണല്ലോ, ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ എന്റെയും നിങ്ങളുടെ വായ്ക്കകത്ത് നിന്ന് ദുർഗന്ധമടിക്കുന്നുണ്ടല്ലോ, ദുർഗന്ധമടിച്ച് വീശുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നോമ്പുകാരന്റെ വായ്ക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, നോമ്പുകാരന്റെ വായ്ക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, അത് പടച്ചവന്റെ മുന്നിലെ കസ്തൂരിയെക്കാളും വാസനയുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഉച്ച സമയത്ത് പല്ല് തേക്കല്ലേ. നിന്റെ വായിക്കകത്ത് നിന്ന് ദുർഗന്ധം അടിക്കുന്നെന്ന് കരുതിക്കൊണ്ട് ഉച്ച സമയത്ത് പല്ല് തേക്കല്ലേ പൊന്നുമോനെ. അത് അല്ലാന്റെ മുന്നിൽ വല്ലാത്ത വാസനയുള്ളതാ. പടച്ചവന്റെ മുന്നിൽ കസ്തൂരിയുടെ വാസനയാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, കാന യഖ്റുജു സായിമൂന മിൻ ഖുബൂരിഹിം യൗമൽ ഖിയാമ. നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഈ പള്ളിയുടെ ചുറ്റുപാട് കബറടക്കപ്പെട്ടവരുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. അള്ളാന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഒരു വിഭാഗത്തിന്റെ വായിക്കകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശുകയാണ്. ഒരു വിഭാഗം ജനങ്ങളുടെ വായിക്കകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഉറങ്ങി എഴുന്നേറ്റവനെ പോലെ എന്നെ ആരാ വിളിച്ചുണർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് തലയുടെ മുകളിലിരിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് അല്ലാഹുവേ പരലോകത്തേക്ക് നടന്നു പോവുകയാണ്. വായിക്കകത്ത് നിന്ന് സ്വർഗത്തിന്റെ വാസനയാണ്. അള്ളാന്റെ റസൂല് പറയുകയാ, ഈ മനുഷ്യന്റെ കയ്യിൽ പിടിച്ച് മലക്കുകൾ കൊണ്ടുപോവുകയാണ്. കബറിനകത്ത് നിന്ന് എഴുന്നേക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ കയ്യിൽ പിടിച്ച് മലക്കുകൾ വിളിച്ചു കൊണ്ടുപോവുകയാ. എവിടേക്കാ കൊണ്ടുപോകുന്നത്? സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. പരലോകത്ത് പടച്ചവന്റെ കോടതിയില് എന്റെ പ്രിയമുള്ളവരെ സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാർ. സ്വർണത്തിന്റെ പാത്രത്തില് സ്വർഗത്തിന്റെ ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുകയാ. എന്നിട്ട് ഈ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മലക്കുകൾ പറയും, ഫയകുലൂനാ വയസ്റബൂനാ. പടച്ചവനെ പരലോകമാ. എന്റെ പ്രിയമുള്ളവരെ, മഹ്സറയെ കുറിച്ച് അറിയുന്നവരാണല്ലോ. പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ, മരണവേദന സഹിച്ച ഉമ്മമാരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അന്നത്തെ ദിവസമെങ്ങാട് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയൂല പെണ്ണേ. മരണവേദനയുടെ വേദനയെന്ന് നീ പറയുന്ന വേദനയുണ്ടല്ലോ, അന്നത്തെ ദിവസം ഒരു പെണ്ണ് പ്രസവിച്ച അവൾ ആ വേദന പോലെ തിരിച്ചറിയാത്ത ദിവസമാണ്. അല്ലാഹുവിന്റെ കോടതി ഭയാനകമല്ലേ? മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ ചൂടുള്ള നാളുണ്ട് കിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോശ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്നാൽ കോളാ. മണ്ണിനകത്ത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കട്ടയെടുത്തിട്ട് ചൂളയ്ക്കകത്ത് വെച്ചിട്ട് കത്തിക്കുമല്ലോ. ചൂള കാണുന്നവരല്ലേ, അതെത്രയോ നിസാരമാണ്. തലച്ചോറ് തിളയ്ക്കുന്ന ദിവസമാണ്. ചൂട് കാരണം മനുഷ്യന്റെ തലച്ചോറ് തിളച്ചൊടുകുന്ന ദിവസമാണ്. അല്ലാഹുവേ, വായിലൂടെ മൂക്കിലൂടെ നൊരയും പതയും ഒരുക്കുന്ന ദിവസമാണ്. ആ ദിവസമുണ്ടല്ലോ, എല്ലാവരും വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ പടച്ചവന്റെ മുന്നിൽ കടന്ന് കരഞ്ഞു വിളിച്ചു കൊണ്ടിരിക്കുമ്പോ മലക്ക് കയ്യിൽ പിടിച്ചിട്ട് സുപ്രയുടെ ഭാഗത്ത് കൊണ്ടിരുത്തിയിട്ട് അവിടെ നിന്ന് പറയുന്നു, മനുഷ്യ ഇന്ന് ഭക്ഷണം കഴിക്ക പൊന്നുമോനെ. അല്ലാഹുവേ, ജനങ്ങൾ മുഴുവനും അധികം പേരും ഭക്ഷണം കഴിച്ച് സുഖിച്ച് നടക്കുമ്പോ അല്ലാഹുവേ 14 മണിക്കൂർ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പട്ടിണി ഇരുന്നവനാണ്. നിന്റെ തൊണ്ട വറ്റി വരണ്ടിട്ട് വെള്ളം കുടിക്കാത്തവനാ. എല്ലാരും ക്ഷീണം കാരണം കടന്നുറങ്ങുമ്പോ ആ ക്ഷീണം വലിച്ചെറിഞ്ഞിട്ട് ഇൽമിന്റെ സദസ്സിൽ പോയവനാണ്. പാതിരാത്രി പോയി തഹജ്ജുദ് നിസ്കരിച്ചവനാണ്. അതുകൊണ്ട് പൊന്നുമോനെ, വയകുലൂന വയസ്റബൂന വയസ്തരിഹൂന. മലക്കുകൾ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന് സുപ്രയുടെ മുന്നിലിരുത്തിയിട്ട് പറയുകയാണ്, അള്ളാന്റെ റസൂല് പറയുകയാ, വന്നാസു മസ്ഊലൂന ഫിൽ ഹിസാബ്.
എല്ലാരും വിചാരണ പേടിച്ച് നിൽക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, നോമ്പുകാരനുണ്ടല്ലോ, നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന സുഗന്ധമുണ്ടല്ലോ, അത് പടച്ചവന്റെ മുന്നിലെ കസ്തൂരിയെക്കാളും വാസനയുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് പിടിച്ചിട്ടിരിക്കുന്നവരാണല്ലോ, നോമ്പ് പിടിച്ചിട്ടിരിക്കുന്നവരാണല്ലോ. നോമ്പിന് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ, നോമ്പുകാരന് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. എന്തേ പ്രതിഫലമെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാ, നോമ്പുകാരന് പ്രതിഫലം സ്വർഗമാണെന്ന് നബിയുനാ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, സ്വർഗമാണ് ദുആ ചെയ്യുന്നത്, സ്വർഗമാണ് ദുആ ചെയ്യുന്നത്. ഞാനും നിങ്ങളും നിസ്കാരപ്പായിലിരുന്നിട്ട് പടച്ചവനെ എനിക്ക് സ്വർഗം തരണേ, അള്ളാഹുവിനോട് ഞാനും നിങ്ങളും സ്വർഗം ചോദിക്കുന്നവരാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനോട് ഞാനും നിങ്ങളും സ്വർഗം ചോദിക്കുമ്പോ, നോമ്പുകാരാ നോമ്പുകാരാ നിന്നെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നോമ്പ് പിടിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം അറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നോമ്പ് പിടിച്ചിട്ട് സദസ്സിലേക്ക് കടന്നു വന്നവനാണല്ലോ പടച്ചവനെ. രോഗം പിടിച്ച ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, രോഗം പിടിച്ചവര് പോലും അല്ലാഹുവേ 10-60 വയസ്സായിട്ട് പോലും നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ. പ്രതിഫലം എന്തേ ചെറുപ്പക്കാരാ, പ്രതിഫലം എന്തേ ചെറുപ്പക്കാരാ? അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നോമ്പുകാരന് കിട്ടുന്ന പ്രതിഫലം അറിയുമോ? നീ റോഡിലൂടെ നടന്നു വരുമ്പോ, പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ, ഒട്ടിയ വയറുമായി റോഡിലൂടെ പോകുമ്പോ, മലക്ക് നിനക്ക് അള്ളാന്റെ റസൂല് പറയുകയാ, അള്ളാന്റെ റസൂല് പറയുകയാണ്, സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, പടച്ചവന്റെ സ്വർഗത്തിലെ പെണ്ണുണ്ടല്ലോ, വാപ്പായിൽമിന്റെ സദസ്സിലേക്ക് നീ നടന്നു വരുന്ന സമയത്ത്, അല്ലാഹുവേ ദുഹർ നിസ്കരിക്കാ പള്ളിയിൽ പോകുമ്പോ, അസർ നിസ്കരിക്കാ പള്ളിയിൽ പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാനങ്ങാട്ടിലെ സുന്ദരികളല്ല, കാനങ്ങാടുള്ള സുന്ദരി പെണ്ണല്ലടാ, പടച്ചവന്റെ സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരല്ലാനോട് പറയുകയാണ്, യാ റബ്ബീ, അല്ലാന്റെ റസൂല് പറയുകയാണ്, യാ റബ്ബനാ ഇജ്അൽ ലനാ മിൻ ഇബാദിക അസ്വാജാ. താടിയെല്ലാം നരച്ച്, മുടിയെല്ലാം നരച്ച്, തൊലിയെല്ലാം ചുളുങ്ങി, രോഗങ്ങൾ ഒരുപാടുള്ള വാപ്പാ, നീ നോമ്പ് പിടിച്ചിട്ട് നട്ടുച്ച സമയത്ത് പടച്ചവരെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവര് കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറയുകയാണ്, യാ റബ്ബനാ ഇജ്അൽ ലനാ മിൻ ഇബാദിക അസ്വാജാ. ആ പാവപ്പെട്ട മനുഷ്യന് എനിക്ക് ഭർത്താവായി തരണേ അല്ലാ. നോമ്പ് പിടിച്ചിട്ട് ഈ സമയത്ത് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പൊന്നുമോനെ, ഈ സമയത്ത് സ്വർഗത്തിലെ പെണ്ണുങ്ങള്, സ്വർഗത്തിലെ പെണ്ണുങ്ങള് നിന്നെ കണ്ടിട്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാ ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, കിളവനായ നിന്നെ കണ്ടിട്ട് സ്വർഗത്തിലെ പെണ്ണുങ്ങള് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, റബ്ബേ ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണേ അല്ലാ. ആരാ ദുആ ചെയ്യുന്നത്? ഹൂറില്ലീങ്ങളെ കുറിച്ച് അറിയുന്നവരാണല്ലോ, ഹൂറില്ലീങ്ങളുടെ മഹത്വം അറിയുന്നവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാ, ഹൂറില്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മടമ്പുകാല് കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കൊല്ലങ്ങളോളം നിന്നുപോയെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. സ്വർഗത്തിലെ ഒരു പെണ്ണിന്റെ മുഖമല്ല, കൈയല്ല, ശരീരമല്ല, കാലിന്റെ പുറകുഭാഗം കണ്ടിട്ട് കൊല്ലങ്ങളോളം സാക്ഷാൽ ജിബ്രീൽ അലൈഹിസ്സലാം നിന്നുപോയെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പൊന്നുമോനെ, ആ പെണ്ണാടാ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്, അള്ളാഹ് ആ മനുഷ്യനെ എനിക്ക് ഭർത്താവായി തരണം. അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പുകാരന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, നോമ്പ് പിടിക്കുന്ന മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, കാഞ്ഞങ്ങാട് പള്ളിക്കാട്ടിൽ നിന്ന് ഒരു വിഭാഗം എഴുന്നേക്കുകയാണ്. കാഞ്ഞങ്ങാട് പള്ളിക്കാട്ടിൽ നിന്നൊരു വിഭാഗം എഴുന്നേക്കുകയാണ്. അള്ളാന്റെ റസൂല് പറയുകയാ, ഇദാ കാന യൗമുൽ ഖിയാമത്തി യജീഉ ഖൗമുൻ ലഹും അജ്നിഹത്തുൽ കഅജ്നിഹത്തി തയ്ർ. അള്ളാന്റെ റസൂല് പറയുകയാണ്, നാളെ ഒരു വിഭാഗം ജനങ്ങൾ ഖബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്. എന്നിട്ട് അവരുണ്ടല്ലോ പറവകളെ പോലെ പറന്നു പോവുകയാണ്, പറവകളെ പോലെ പറക്കുകയാണ്. പടച്ചവന്റെ പരലോകത്ത് കൂടെ പറവകളെ പോലെ പറന്ന് സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിൽ പോയി ഒരു വിഭാഗം ജനങ്ങൾ ഇരിക്കുകയാ. ആ സമയത്തതാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക് ചോദിക്കുകയാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക് ചോദിക്കുകയാണ്, മൻ അൻതും, നിങ്ങളാരാ? അവിടെന്ന് പറയുകയാണ്, നഹ്നു ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായമാണ്. ആ റിദ്വാൻ എന്ന മലക്ക് ചോദിക്കും, ഹൽ റഅയ്തു ഹിസാബ്, നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ? ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു? ഹൽ റഅയ്തു സിറാത്ത്, നിങ്ങളുടെ സിറാത്ത് കടന്നിട്ടാണോ വന്നത്? അല്ലാഹുവേ, പടച്ചവന്റെ കോടാനുകോടി വർഷത്തെ നീളമുള്ള സിറാത്ത് എന്ന പാലമുണ്ടല്ലോ, ആ പാലം കടന്നിട്ടാണോ നിങ്ങൾ വന്നത്? അല്ലാഹുവേ, ആ സമയത്ത് മലക്ക്, ആ സമയത്ത് സ്വർഗത്തിന്റെ അവകാശികൾ പറയുകയാണ്, താത്തമാരൊക്കെ ഒന്ന് ഇരുന്ന് അല്ലാ അതെല്ലാം കൂടെ ചാടി, അവിടെ ആരോ നോമ്പുകാരൊക്കെ അല്ലേ, ഒന്ന് ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങൾ ഇരിക്ക എല്ലാരും ഇരിക്കും, ബേജാറാവല്ല, ഒന്ന് നോക്ക സംഘാടക, വേറെ കുഴപ്പമൊന്നും ഇല്ലപ്പോ, അല്ലാ എല്ലാം ഇറങ്ങി ഓടുന്നു. കുറച്ച് ഒരു ഉമ്മയുടെ ശരീരം തളർന്നതായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു അവർക്ക് ശിവ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ശിവ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്ക് താത്തമാരൊക്കെ, അല്ലാ നിങ്ങളുടെ സമയം ആയില്ല, ഇരിക്ക്, നിങ്ങൾ പേടിക്കണ്ട, എല്ലാവർക്കും കുഴപ്പമുണ്ടോ? ഒന്ന് നോക്കാം ഇൻഷാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നാളെ ഖബറിനകത്ത് നിന്നൊരു വിഭാഗം ജനങ്ങൾ പറവകളെ പോലെ പറന്നു പോവുകയാണ്. അവർ പറവകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിലിരിക്കുമ്പോൾ റിദ്വാൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുകയാ, ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ? നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ വന്നത്? എന്റെ പ്രിയമുള്ളവരെ, അവര് പറയുകയാണ്, ഞങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നവരാണ്. എന്തേ അതിനുള്ള കാരണമെന്ത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പടച്ചവന്റെ പരലോകത്ത് കൂടെ പറവകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന വിഭാഗം ഏതെന്നറിയുവോ? രഹസ്യമായി നോമ്പ് പിടിച്ചവരെ. ജനങ്ങള് നോമ്പുകാരനെന്ന് പറയാനല്ല, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി 14 മണിക്കൂർ പട്ടിണി ഇരുന്നവരെ, നീ നാളെ പറവകളെ പോലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറന്ന് സ്വർഗത്തിലെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ, റമളാൻ മാസം കടന്നു വന്നിട്ട് പോലും നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നോമ്പ് പിടിക്കാത്ത മനുഷ്യ, നിനക്ക് കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുവോ? നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ, റമളാൻ മാസത്തിലെ പടച്ചവനെ, സ്കൂളിൽ പഠിക്കുന്ന 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വീട്ടിൽ വഴക്കാട്, എന്നെ കൂടെ നോമ്പ് പിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ചെറിയ മക്കള് വാശി പിടിക്കുമ്പോ, അല്ലാഹുവേ, കാഫിരീങ്ങൾ പോലും നോമ്പ് പിടിക്കുന്ന മാസമാണല്ലോ.
കാഫിരീങ്ങളിൽ പലരും റമളാൻ മാസം നോമ്പ് പിടിക്കുന്നവരുണ്ട്. ഈ റമളാനിൽ പോലും നോമ്പ് പിടിക്കാതെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബൈനനാ അന നായിമുൻ അതാനി റജുലാൻ. അല്ലാഹുവിന്റെ റസൂൽ കിടന്നുറങ്ങുമ്പോ രണ്ട് മലക്കുകൾ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് രണ്ട് മലക്കുകൾ കടന്നു വരികയാ. പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറാൻ കഴിയാത്ത ഒരു മലയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. കേറാൻ കഴിയാത്ത കുന്നുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു മലയുടെ ചുവട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് കേറാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എന്നെ കൊണ്ട് കഴിയൂല, എന്നെ കൊണ്ട് കഴിയൂല, ഇന്നീലാ ഉതീഖുഹു, എന്നെ കൊണ്ട് കേറാൻ കഴിയില്ല. മലക്കുകൾ പറയുന്നു, നബിയേ ഞങ്ങളെ സഹായിക്കാൻ നബിയേ, ഞങ്ങളെ സഹായിക്കാൻ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറി പോവുകയാണ്. പ്രവാചകന് മുകളിലേക്ക് കേറി ചെല്ലുമ്പോ ഇതാ ബിഅസ്വാതിൻ ശദീദ്, ആരോ കടന്ന് വിളിച്ചു കൂവുന്ന ശബ്ദം കേൾക്കുകയാ, ആരോ കടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, ആരാ ഈ കരയുന്ന ശബ്ദം കേൾക്കുന്നല്ലോ, ഇവരാരാ? ആ സമയത്ത് പറയുന്നു, ഹാദാ ഉവാനു അഹ്ലിന്നാർ, നരകത്തിന്റെ അവകാശികൾ കടന്ന് കരയുന്ന ശബ്ദമാ നബിയേ. അല്ലാഹുവിന്റെ റസൂല് നടന്ന് ആ പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോ ഒരു മനുഷ്യനെ കാണുകയാ, ഒരു മനുഷ്യനെ കാണുകയാണ്. അവന്റെ കാലിന്റെ പുറകിലുള്ള നരമ്പുണ്ടല്ലോ, കാലിന്റെ പുറകിൽ കാണുന്ന നരമ്പുണ്ടല്ലോ, ആ നരമ്പിനകത്ത് അവനെ തലകീഴായി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്, അവനെ തലകീഴായി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അവന്റെ വായതാ, അവന്റെ കവിളുകൾ വലിച്ചു പറിക്കുകയാണ്, അവന്റെ വായിക്കകത്തുകൂടെ രക്തം ഇങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുകയാ. ആ മനുഷ്യൻ കടന്ന് വിളിച്ചു കൂവുകയാണ്. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ. അവിടെ നിന്ന് ചോദിക്കുന്നു, ആ മലക്കുകളോട് ചോദിക്കുകയാണ്, മാഹാദാ, ആരാണ് ഈ വിഭാഗമാരാ? അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഈ മനുഷ്യനാരാ? ആ സമയത്ത് പറയുന്നു, നബിയേ ഹൗലാഇല്ലദീന യുഫ്തിറൂന മിൻ ഖബ്ലിൻ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കാത്തവനാ നബിയേ, റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കാത്തവനാ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, വാപ്പയുണ്ടല്ലോ, ഉമ്മയുണ്ടല്ലോ, ഭാര്യയുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, കൂടപ്പിറപ്പുണ്ടല്ലോ, നോമ്പ് പിടിക്കാത്ത ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, കാഞ്ഞങ്ങാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനുണ്ടല്ലോ, കാഞ്ഞങ്ങാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനുണ്ടല്ലോ, ഈ ഏറ്റവും വലിയ വ്യഭിചാരിയുണ്ടല്ലോ, അവനെക്കാളും വൃത്തികെട്ടവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റമളാൻ മാസമായിട്ട് പോലും നന്നാവാത്തവൻ, റമളാൻ മാസമായിട്ട് പോലും നോമ്പ് പിടിക്കാത്തവൻ, അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനേക്കാൾ, ഏറ്റവും വലിയ വ്യഭിചാരിയേക്കാൾ വൃത്തികെട്ടവനാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് പിടിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, നോമ്പ് പിടിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, അവൻ മുസ്ലിമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നോമ്പ് പിടിക്കാത്ത ഒരു മുസ്ലിം, ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, എന്നിട്ട് പോലും നോമ്പ് പിടിക്കാത്ത ഒരുത്തനെ നിങ്ങൾ ആരെങ്കിലും കണ്ടാ അവൻ മുസ്ലിമാണോ എന്ന വിഷയത്തിൽ സംശയമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ഈ സമുദായത്തിന് നൽകിയ രണ്ടാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ? നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, ആ ദുർഗന്ധം അല്ലാഹുവിന്റെ മുന്നിൽ കസ്തൂരിയെക്കാളും വാസനയാണ്. മൂന്നാമത്തെ മഹത്വമെന്തേ? അല്ലാഹു നമുക്ക് നൽകിയ മൂന്നാമത്തെ മഹത്വമെന്തേ? ഫഇന്നൽ മലായികതി തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല.
എന്റെ പ്രിയമുള്ളവരെ, മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവും പകലും മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പടച്ചവന്റെ അർശിന്റെ ഭാഗത്തുള്ള കോടാരി കോടി മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, കിടന്നുറങ്ങുമ്പോ, കടയിൽ പോയി കച്ചവടം ചെയ്യുമ്പോ, റോഡിലൂടെ നടന്നു പോകുമ്പോ, കുടുംബത്തിന്റെ കൂടെ ചിലവഴിക്കുമ്പോ, അല്ലാഹുവേ 24 മണിക്കൂർ രാവും പകലും മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, റമളാനിൽ ദുആ ചെയ്താ റബ്ബ് വെറും കൈയോടെ മടക്കൂല. റമളാനിന്റെ പ്രത്യേകതയിൽ പെട്ടതാണ്, ആര് റമളാൻ മാസത്തിൽ ദുആ ചെയ്താൽ അവന്റെ ദുആ സ്വീകരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, റമളാനിന്റെ 1-ാമത്തെ രാത്രിയുണ്ടല്ലോ, പടച്ചവൻ ആകാശ ലോകത്തുള്ള കോടാരി കോടി മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്ന, മലക്കുകളെ, ഇനി 30 ദിവസം നിങ്ങളാരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇനി 30 ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്നെ സ്തുതിക്കണ്ട, എന്നെ വാഴ്ത്തണ്ട, എന്നെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട. ഇനി 30 ദിവസം നിങ്ങളുടെ ജോലി എന്തെന്നറിയുവോ? അല്ലാഹുവേ, റമളാൻ മാസത്തിലെ പട്ടിണി ഇരുന്നിട്ട് എന്റെ അടിമ ദുആ ചെയ്യുമ്പോ ആമീൻ, ഈ ദുആയ സ്വീകരിക്കണേ അല്ലാ എന്ന് പറയലാണ് മലക്കുകളെ നിങ്ങളുടെ ജോലിയെന്ന് അല്ലാഹു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നീ പേടിക്കണ്ട. നീ വീടിനകത്ത് തനിച്ചിരുന്ന് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ ആരുമില്ലെന്ന് കരുതല്ലേ. കോടാനി കോടി മലക്കുകളാ ആമീൻ പറയുന്നത്. നിന്റെ ദുആ സ്വീകരിക്കുന്ന സമയമാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാ, മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് എങ്ങനെയെന്നറിയുവോ? പെണ്ണെ, പാതിരാത്രി തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് നീ വീടിനകത്ത് കടന്നുറങ്ങുന്ന സമയത്ത് മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. മലക്കുകൾ എന്താ ദുആ ചെയ്യുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നീ പാതിരാത്രി നിന്റെ വീടിനകത്ത് കിടപ്പറയ്ക്കകത്ത് കിടന്നുറങ്ങുമ്പോ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാ, ഈ പാവപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഒരുപാട് പാപം ചെയ്തവളാ, ഒരുപാട് തെറ്റുകൾ ചെയ്തവളാ, സാഹചര്യം തെറ്റിലേക്ക് വിളിച്ചു കൊണ്ടുപോയവളാ, ശൈത്താൻ ചതിച്ചവളാണ്. അതുകൊണ്ട് പടച്ചവരെ, ഇവളുടെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ. വഖിഹിം അദാബൽ ജഹീം. പടച്ചവരെ, ഭയാനകമായ നരകമുണ്ടല്ലോ, ഭയാനകമായ നരകമുണ്ടല്ലോ. പടച്ചവരെ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ. ആ നരകത്തിൽ നിന്ന് ഈ മനുഷ്യനെ നീ കാക്കണേ അല്ലാ. മലക്കുകൾ ദുആ ചെയ്യുകയാണ്. രണ്ടാമത് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, റബ്ബനാ വഅദ്ഖിൽഹുമുൽ ജന്നാതി അദ്നില്ലതി വഅദ്തഹും വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, റമളാൻ മാസത്തിലെ നോമ്പ് പിടിച്ചിട്ട് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പട്ടിണിയിരുന്ന ഇബാദത്തുകൾ കൊണ്ട് പടച്ചവന്റെ പള്ളികൾ അലങ്കരിക്കുന്നവര്, ഖുർആൻ ഓതുന്നവര്, സലാത്ത് പറയുന്നവര്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവര്, ആ സമയത്ത് മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, യാ റബ്ബി, ഈ മനുഷ്യന് വാഗ്ദാനം ചെയ്ത സ്വർഗം നീ കൊടുക്കണേ അല്ലാ. ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണേ പടച്ചവര്. ഈ മനുഷ്യന് മാത്രമല്ല, വമൻ സലഹ മിൻ ആബായിഹിം, ആദ്യമായിട്ട് നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ച, ഇടയത്താഴത്തിന്റെ സമയത്ത് വിളിച്ചുണർത്തിയിട്ട് ഭക്ഷണം കൊടുത്ത, പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയ ഇവന്റെ വാപ്പയ്ക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ, ഇവന്റെ ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. എന്നിട്ടോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്,
വാസുവാജിഹിം വാസുവാജിഹിം. ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഭാര്യയുണ്ടല്ലോ, അവൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. വദുരിയാതിഹിം. ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ, ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. മലക്കുകളാ ദുആ ചെയ്യുന്നത്, നീ സ്വർഗത്തിൽ കിടക്കാ, നിന്റെ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ കിടക്കാ, നിന്റെ ഭാര്യയും മക്കളും സ്വർഗത്തിൽ കിടക്കാ. പടച്ചവന്റെ ഭാഗത്ത് നിന്ന് രാവും പകലും റമളാൻ മാസത്തിൽ പടച്ചവന്റെ അർശിന്റെ ഭാഗത്തുള്ള മലക്കുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമെന്ന് ഖുർആനാ പറയുന്നത്. 3 അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഖിഹിമുസ് സയ്യാത്തി വമൻ തഖിയസ് സയ്യാത്ത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മലക്കുകൾ മൂന്നാമതായി ദുആ ചെയ്യുന്നത്, റബ്ബേ ഈ മനുഷ്യനെ തെറ്റിൽ പെടുത്തല്ലേ അല്ലാ. നോമ്പ് മുറിച്ച് കഴിയുമ്പോ തെറ്റിലേക്ക് കടന്നു പോകുന്നവരുണ്ടല്ലോ, കൂട്ടുകാര് വിളിച്ചു കൊണ്ടുപോകുന്നവരുണ്ടല്ലോ, തറാവീഹ് നിസ്കരിക്കാൻ പോകണ്ടടാ, നമുക്ക് ഫുട്ബോൾ കളി കാണാ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് പോകാ എന്ന് പറഞ്ഞുകൊണ്ട് പാതിരാത്രിയിൽ നിന്റെ കൂട്ടുകാര് കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുമ്പോ പടച്ചവന്റെ ഭാഗത്തിരുന്നിട്ട് അർശിന്റെ ഭാഗത്തിരുന്നിട്ട് മലക്കുകൾ ദുആ ചെയ്യുന്നു, റബ്ബേ തെറ്റിനെ തൊട്ടാ മനുഷ്യനെ നീ കാക്കണേ അല്ലാ. റമളാൻ മാസമാ ദുആ ചെയ്യുന്നത്, അല്ലാഹുവിന്റെ മലക്കുകളാ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കളിക്കാനും തമാശ പറയാറ് നിസാരമായി തള്ളാനുള്ള മാസമല്ല റമളാൻ. ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാനുള്ള മാസമാ, ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാനുള്ള മാസമാ. തറാവീഹ് നിസ്കരിക്കേണ്ട മാസമാണ്. റമളാനിൽ നിസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? സാധാരണ നിസ്കരിക്കുന്നത് പോലെയല്ല, സാധാരണ നിസ്കരിക്കുന്നത് പോലെയല്ല. റമളാൻ മാസത്തിൽ ആരെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്നല്ലാഹു തആല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വമൻ ദാമ അലാ ജമാഅത്തിൻ ഫീ റമളാൻ അഅതാഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി ബികുല്ലി റക്അത്തിൻ മദീനത്തിൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും റമളാൻ മാസത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ, ആരെങ്കിലും റമളാൻ മാസത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചോ അല്ലാഹു അവനൊരു പട്ടണം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ളവരെ, പ്രായമുള്ള വാപ്പമാര് പോലും കസേര വെച്ചിട്ട് പള്ളിക്കകത്തിരുന്ന് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ പള്ളിയിൽ കടന്നു വിട്ടിട്ട് പള്ളിയുടെ വെളിയിൽ കിടന്ന് കറങ്ങുന്ന ചെറുപ്പക്കാര്, എന്റെ പ്രിയമുള്ളവരെ, കടയിലിരിക്കുന്നവർ, റോഡിലിരിക്കുന്നവർ, അല്ലാഹുവേ 2 റക്അത്ത് നിസ്കരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം, പൊന്നുമോനെ, ഖിയാമത്ത് നാളിൽ നിനക്കൊരു നാടാട് അല്ലാഹു നിനക്കൊരു നാടെഴുതി തരികയാ. മഹാനായ പ്രവാചകൻ പറയുകയാണ്, വിശുദ്ധമായ റമളാൻ ഉണ്ടല്ലോ, ഈ റമളാൻ മാസത്തിൽ ആരെങ്കിലും ഒരായത്ത് ഓതിയാ, എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, ഖുർആൻ ഇറങ്ങിയ മാസവാ, ഖുർആൻ ഇറങ്ങിയ മാസവാ. എത്ര ഖത്തമോദി പെങ്ങള്, ഇന്നത്തെ ഈ നോമ്പുണ്ടല്ലോ 8ാമത്തെ നോമ്പായല്ലോ, എത്ര ഖത്തമോദി പൊന്നുമോള്, എത്ര ജുസുവോദി പൊന്നുമോള്, എത്ര പേജോദി പൊന്നുമോള്. എന്ന് നന്നാവാനാ 6 മയ്യത്തുകളെ നിരത്തി വച്ചിരിക്കുന്നത് കണ്ടവരാണല്ലോ, ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ. എത്രയോ പിഞ്ചുമക്കള് പോയല്ലോ, ഒരു രോഗം പോലുമില്ലാത്ത എത്രയോ പേരെ കൊണ്ട് കബറടക്കിയല്ലോ. എന്റെ പ്രിയമുള്ളവരെ, പാനൂര് അതാ 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹുവേ, +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാ കാത്തിരിക്കുന്നവരാ. പാതിരാത്രി 12 മണിയായിട്ടും ഉറങ്ങുന്നില്ല. ഉമ്മയുടെ കൂടെ തമാശയാട്, കൂട്ടുകാരുടെ കൂടെ കൂടപ്പടപ്പുകളോട് ഉറങ്ങാതെ തമാശ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഉമ്മ വഴക്കു പറഞ്ഞു, എന്തേടാ ഇന്ന് നീ ഉറങ്ങുന്നില്ലേ, എന്തേടാ നീ ഇന്ന് ഉറങ്ങുന്നില്ലേ? അവസാനം ഉമ്മ വഴക്ക് പറയും,
പറയുമ്പോ പടച്ചവരെ ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ അതാ ചിരിക്കുന്ന മുഖത്തോടെ കിടപ്പറയിലേക്ക് കടന്നു പോവുകയാ. പെട്ടെന്ന് തലയ്ക്കകത്തൊരു വേദന കിടക്കുകയാണ്. പെട്ടെന്ന് തലയ്ക്കകത്തൊരു വേദന കിടക്കുകയാണ്. അതാ പെട്ടെന്ന് ഉമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ കൊണ്ട് കഴിയുന്നില്ല. പെട്ടെന്ന് ഛർദിക്കുകയാണ്, ബോധം പോവുകയാ. എടുത്ത് തലശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ഡോക്ടർമാര് പറഞ്ഞു സീരിയസ് ആണ്, കോഴിക്കോട് കൊണ്ടുപോകാ. ഒരു തലവേദനയാ വന്നത്, ഒരു തലവേദനയാ വന്നത്. +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് തന്റെ കൂട്ടുകാരുടെ കൂടെ കോളേജിൽ പോകാ കാത്തിരുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. അല്ലാഹുവേ, 6 അടി മണ്ണിനകത്താ പൊന്നുപോരെ, 6 അടി മണ്ണിനകത്താ പൊന്നുപോരെ. നിനക്ക് ഖുർആൻ ഓതാ സമയമില്ലല്ലോ, പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാ സമയമില്ലല്ലോ, അലാറം വെച്ചിട്ട് എഴുന്നേറ്റ് പാതിരാത്രി 2:30 3 മണിക്ക് ഫുട്ബോൾ കളി കാണാ. എന്റെ കാസർഗോഡുള്ള ചെറുപ്പക്കാരാ, നിന്നെ കൊണ്ട് കഴിയുന്നല്ലോ പൊന്നുപോരെ. ഈ റമളാൻ മാസത്തിലാടാ, മറക്കണ്ട, സർവ്വ ശൈത്താന്മാരെയും അല്ലാഹു പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന റമളാൻ മാസമാ. നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും അടച്ചിടുന്ന മാസമാണ്. കബറാളികളുടെ ശിക്ഷ നിർത്തിവെക്കുന്ന മാസമാണ്. ഈ റമളാൻ മാസത്തിലാണ് പാതിരാത്രി എഴുന്നേറ്റ് ഇബാദത്തുകൾ ചെയ്ത് 11 മാസം നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചില്ലേ? ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് മതിമറന്നു ആസ്വദിച്ച് നടന്നില്ലേ ചെറുപ്പക്കാരാ? 1 മാസം നിനക്ക് കഴിയില്ലേടാ? 12 മാസത്തിൽ 1 മാസം പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഫുട്ബോളിന്റെ നേതാക്കന്മാര് മതിയല്ലോ. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവിന്റെ നോമ്പാ പൊന്നുപോരെ. നീ പടച്ചവന്റെ മുന്നിൽ രക്ഷപ്പെടുമെന്ന് കരുതണ്ട ചെറുപ്പക്കാരാ. റമളാൻ വന്നിട്ട് നന്നാവാത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പെങ്ങന്മാരോട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ. അള്ളാന്റെ റസൂല് പറയുമ്പോ സഹാബത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബാ, പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ അള്ളാന്റെ റസൂല് നിൽക്കുമ്പോ പ്രവാചകം ജനങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമ്പോ, ശഫാഅത്ത് ചെയ്ത് ജനങ്ങളെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ, ഒരു ചെറുപ്പക്കാരന് നരകത്തിന്റെ മലക്കുകളെ ചങ്ങലയിൽ കെട്ടിയിട്ട് വലിച്ചിടച്ചു കൊണ്ടുവരികയാണ്. ഒരു ചെറുപ്പക്കാരനെ ഉണ്ടല്ലോ ചങ്ങലയിൽ കെട്ടിയിട്ട് മലക്കുകൾ വലിച്ചു കൊണ്ടുവരികയാണ്. കയ്യിലിരിക്കുന്ന ചങ്ങല കൊണ്ട് അവന്റെ മുഖത്തടിച്ചു കൊണ്ടിരിക്കുകയാ. ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലെത്തുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ആരുമില്ല നബിയേ, ആരുമില്ല നബിയേ, എല്ലാരും എന്നെ കൈയൊടിഞ്ഞ് നബിയേ, എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ? എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നല്ലോ, എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നല്ലോ. കാരുണ്യത്തിന്റെ നേതാവേ, എന്നെ കൂടെ വന്ന് സ്വർഗത്തിലേക്ക് വിടുവോ? ആ സമയത്ത് മലക്കുകൾ ഈ മനുഷ്യനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ കിടന്ന് കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്. ആ കരച്ചല കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂല് 2 കൈയും ഉയർത്തുകയാ. പടച്ചവന്റെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നിട്ട് 2 കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, ഈ പാവപ്പെട്ടവര് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യുകയാ. ദുആ ചെയ്ത് തീരുമ്പോ ആകാശത്ത് നിന്നൊരു അശരീരി കേൾക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ, സ്വീകരിക്കില്ല നബിയേ, സ്വീകരിക്കില്ല നബിയേ, അങ്ങ് ദുആ ചെയ്താലും സ്വീകരിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, യാ ഇലാഹി, എന്റെ പടച്ച റബ്ബേ, എനിക്കിഷ്ടമുള്ളവർക്ക് സ്വർഗം കൊടുക്കാ, എനിക്കിഷ്ടമുള്ളവരെ സ്വർഗത്തിൽ പറഞ്ഞു വിടാ. നീയല്ലേ പടച്ചവരെ അനുവാദം തന്നത്, നീയല്ലേ പടച്ചവരെ അനുവാദം തന്നത്. എന്റെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണമെന്താ? ആ സമയത്ത് വിളിച്ചു പറയുന്നു, നബിയേ, അവന്റെ ദുആ തടയുന്ന ഒരു വസ്തുവുണ്ട്, അവന്റെ ദുആ തടയുന്ന ഒരു വസ്തുവുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു,
ചോദിച്ചു, റബ്ബേ ആരാ അല്ലാ എന്റെ ദുആയെ തടയുന്ന വസ്തുവാരാ, എന്റെ ദുആയെ തടയുന്ന വസ്തുവാരാ? എന്റെ പ്രിയമുള്ളവരെ, റമളാൻ മാസം ഇറങ്ങി വരികയാ, റമളാൻ മാസം ഇറങ്ങി വരികയാ. എന്നിട്ട് പറയുന്നു, നബിയേ ഒരു സുന്നത്തിനൊരു ഫർളിന്റെ കൂലിയായിരുന്നു നബിയേ, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലിയായിരുന്നു നബിയേ. ഓരോ രാത്രിയിലും ഓരോ ലക്ഷം പേരെയാണ് പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റിയത്. അല്ലാഹു കോടാരി കോടി ജനങ്ങളെ നരകത്തിൽ നിന്ന് കയറ്റിയ മാസമാണ്. റഹ്മത്തിന് 10 ദിവസം അല്ലാഹു കൊടുത്തല്ലോ. ചെയ്തു പോയ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് നന്നാവാൻ അല്ലാഹു ഇവന് 10 ദിവസം കൊടുത്തല്ലോ. നരകത്തിൽ നിന്ന് കരകയറി സ്വർഗത്തിലെത്താൻ അല്ലാഹു 10 ദിവസം ഇവന് കൊടുത്തല്ലോ. അല്ലാഹുവിന്റെ നബിയോട് അതാ മലകതാ പരലോകത്ത് വെച്ച് റമളാൻ ചോദിക്കുന്നു, നബിയേ കൊച്ചുകുട്ടികളുടെ നോമ്പ് പിടിക്കുന്ന മാസമായിരുന്നല്ലോ, കൊച്ചുകുട്ടികൾ നോമ്പ് പിടിക്കുന്ന മാസമായിരുന്നല്ലോ. അല്ലാഹുവേ കാഫിരീങ്ങൾ പോലും നോമ്പ് പിടിക്കുന്ന മാസമാണ്. പള്ളിയിൽ പോയി കൊച്ചുമക്കളെ തറാവീഹ് നിസ്കരിക്കുന്നവരല്ലേ, വീട്ടിൽ ഉമ്മമാര് നിസ്കരിക്കുമ്പോ പൊടിക്കുഞ്ഞുങ്ങൾ ഉമ്മയുടെ കൂടെ വന്ന് നിസ്കരിക്കുന്ന മാസമായിരുന്നല്ലോ. അല്ലാഹു ഇത്രയും അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്ത റമളാനിൽ ഇവൻ നന്നാവാത്തവനാ നബിയേ, ഇവൻ നിസ്കരിക്കാത്തവനാ നബിയേ, ഇവൻ പരസ്യമായി തിന്നവനാ നബിയേ. രാത്രി കരഞ്ഞു ദുആ ചെയ്യേണ്ട സമയത്ത് ഇവൻ പോയിരുന്ന് ഫുട്ബോൾ കളി കണ്ടവനാ നബിയേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിച്ചവരാണ്. രോഗം പിടിച്ച വാപ്പമാര് പോലും പള്ളിക്കകത്ത് കസേരയിൽ ഇരുന്നിട്ട് പടച്ചവരെ പാതിരാത്രിയിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ കാഞ്ഞങ്ങാട് പുതുകോട്ട പള്ളിയുടെ വെളിയിൽ നിന്ന് കാര്യം പറഞ്ഞവരാ. ഇസാഖിബെ പടച്ചവരെ കളിയാക്കിയവരാണ്. അതുകൊണ്ട് നബിയേ ഇവന് വേണ്ടി ദുആ ചെയ്യല്ലേ, ഇവന് വേണ്ടി ദുആ ചെയ്യല്ലേ. വിശുദ്ധമായ റമളാൻ കരയുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാ ആർക്ക് സ്വർഗം കൊടുത്താൽ ഇവന് സ്വർഗം കൊടുക്കല്ലേ അല്ലാ. അതുകൊണ്ട് റമളാൻ മാസമാ പൊന്നുപോലെ, മറ്റുള്ള മാസങ്ങൾ പോലെയല്ല, മറ്റുള്ള മാസങ്ങൾ പോലെയല്ല. അതുകൊണ്ട് ചെറുപ്പക്കാര 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ. 70 ഫർള് നിസ്കരിച്ച കൂലിയാ. ഇന്ന് ദുഹറിന് പള്ളിയിൽ പോയി നീ നിസ്കരിക്കുമ്പോ നിനക്ക് കിട്ടുന്ന പ്രതിഫലം റമളാനല്ലാത്ത മാസങ്ങളിൽ 70 ദുഹർ നിസ്കരിച്ചതിന്റെ പ്രതിഫലമാ പൊന്നുപോലെ. പാഴാക്കല്ലേ, പാഴാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പെങ്ങളെ ഖുർആൻ ഓദിക്കോ, ഖുർആൻ ഓദിക്കോ. 11 മാസം ടിവി കണ്ടവളല്ലേ, സീരിയൽ കണ്ടവളല്ലേ, ആസ്വദിച്ചവളല്ലേ. ഇനിയെങ്കിലും ഒന്ന് നന്നാവ് പൊന്നുപോലെ. നാളെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലല്ലോ, നാളെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലല്ലോ. ഫർദ് ധരിച്ചാ മാത്രം പോരാ, കയ്യിലെ തസ്ബീഹ് പിടിച്ചുകൊണ്ട് ജനങ്ങളെ കാണിച്ചാ പോരാ, ഇൽമിന്റെ സദസ്സുകളിലേക്ക് കടന്നു വന്നാ പോരാ. പൊന്നുമോളെ പടച്ചവന്റെ സ്വർഗത്തിൽ പറന്നു പോകേണ്ടവളാ. പറവകളെ പോലെ പറക്കണ്ടേ, സുഹദാക്കളെ പോലെ പറക്കണ്ടേ, ആയിഷ ബീവിയെ പോലെ പോകണ്ടേ, ഹദീജ ബീവിയെ പോലെ പോകണ്ടേ, നഫീസത്തിൽ മിസ്രിയെ പോലെ പോകണ്ടേ, ദിന്നൂറിൽ മിസ്രിയെ പോലെ പോകണ്ടേ, മഹദിയായ മാഷിദ ബീവിയെ പോലെ ഖബറിനകത്ത് കിടന്നു സുഖിക്കണ്ടേ പൊന്നുമോളെ. കരഞ്ഞോ പൊന്നുമോളെ. അത് റമളാനിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, റമളാൻ മാസത്തിൽ ആരെങ്കിലും ഒരായത്തോതിയാല്, റമളാൻ മാസത്തിൽ ആരെങ്കിലും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തോതിയാ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരു ദിവസം ഒരായത്തോതിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 100 വർഷം നിസ്കരിച്ച പ്രതിഫലമാ പൊന്നുപോലെ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് 6666 ആയത്തുകൾ, 114 സൂറത്തുകൾ. പൊന്നുമോളെ, ഖുർആനിലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഒരായത്തോദിയാ, ഒരായത്തോദിയാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം 100 വർഷത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമാ. പറയുന്നത് സിറാജല്ല, അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. 100 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാ പൊന്നുമോളെ. പാഴാക്കാതെ ഖുർആൻ ഓദിക്കോ, റമളാനിലെ ഖത്മോദി തീർത്തോ. പ്രായമുള്ള ഉപ്പമാരോട്
ഉമ്മമാരോട് ഈ ആയുസിന്റെ ഇടയിൽ ഒരത്തമെങ്കിലും ഓതാ തയ്യാറെടുത്തോ. എന്റെ പ്രിയമുള്ളവരെ, റമളാൻ മാസമാണ്. റമളാൻ മാസം വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ. റമളാൻ മാസം വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റമളാൻ മാസം നല്ല രീതിയിൽ വിട പറഞ്ഞു പോയില്ലെങ്കിൽ, റമളാൻ മാസം സന്തോഷത്തോടെ വിട പറഞ്ഞു പോയില്ലെങ്കിൽ, അടുത്ത റമളാനിന് മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിശുദ്ധമായ റമളാൻ മാസം നമ്മളിൽ വന്നു ഒരു അതിഥിയായിട്ട്. എന്നിട്ട് നമ്മുടെ അതിഥി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ അടുത്ത റമളാനിന് മുമ്പ് നീ മരിച്ച നിനക്ക് നരകം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത്, വേറൊന്നും വേണ്ടല്ല, ഈ ഒറ്റ ഹദീസ് മതിയല്ലോ. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത്, ഇന്നാ അഅതൈനാകൽ കൗസർ, അലിഫ് ലാം മീൻ, അതിനെക്കാലം ഒന്നുമില്ല, അലിഫ് ലാം മീൻ താഹ, രണ്ടരിക്കലും. അള്ളാഹിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയ ആ 100 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയൊക്കെ പറഞ്ഞാലും ചിലരുടെ മനസ്സിലിറങ്ങൂല. എത്ര കേട്ടാലും നമ്മുടെ മനസ്സ് എത്രയായി പോയി. മനുഷ്യ ഒന്ന് ചിന്തിക്കുക, എല്ലാ ശൈത്താന്മാരെയും അള്ളാഹ് കെട്ടിയിട്ടിരിക്കല്ലേ, എല്ലാ ശൈത്താന്മാരെയും അള്ളാഹു ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുക. എന്നാലും നമ്മൾ എന്തിങ്ങനെ ആയിപ്പോയി ചോദിക്കും. ചിലപ്പോ കാണുമ്പോ ചോദിക്കും, പരസ്യമായിട്ട് റമളാൻ മാസത്തിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നവനെ കാണുമ്പോ ചോദിക്കും, ഉസ്താദെ എല്ലാ ശൈത്താനെയും കെട്ടിയിട്ടല്ലോ, പിന്നെ ഈ ശൈത്താനേത്? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഓന്റെ രക്തത്തിൽ ശൈത്താൻ അലിഞ്ഞുപോയി മനുഷ്യ, ഇനി അവനെ നന്നാക്കാൻ അള്ളാഹെ കൊണ്ട് പറ്റും. അങ്ങനെ ചിലതുണ്ട്, അങ്ങനെ ചില മനുഷ്യരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാൻ എന്ത് പ്രതിഫലം! ഇത് പെങ്ങന്മാടി അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കിനി അടുത്ത റമദാൻ ഇല്ല, നാളെ അടുത്ത റമദാൻ ഇല്ല. ഇന്നലെ ഒരു കുടുംബത്തിൽ 9 പേര് നോമ്പ് മുറിക്കാൻ പോയതാ. ഒരു മരിച്ച വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് നോമ്പ് മുറിക്കാൻ പോയത്. കഴിഞ്ഞില്ല, എല്ലാം കഴിഞ്ഞില്ല. ഇത്രേ ഉള്ളൂ മക്കളെ ജീവിതത്തിന്റെ ആയുസ്. ഈ വഴുത് പറയണ, ഞാൻ ഇന്നെന്റെ വീടെത്തുമെന്ന് എനിക്കുറപ്പില്ല, അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഉസ്താദ് വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഉസ്താദ്മാർക്കൊക്കെ അറിയാം. ഒരു ഉസ്താദ് വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുക, സ്റ്റേജിൽ ഇതുപോലെ നിന്ന് വഴുത് പറയുക. ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ കാണാം ഉസ്താദിന്റെ അവസാന പ്രസംഗം. അദ്ദേഹം ഇങ്ങനെ മരണത്തെ നിങ്ങൾ ഓർക്കണേ എന്ന് മൈക്കിന്റെ മുന്നിൽ നിന്നിട്ട് പ്രസംഗിക്കുക. മരണത്തെ നിങ്ങൾ ഓർക്കണേ, മരണചിന്ത ഉണ്ടാകണേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. 4ാമത് അല്ലാഹ് എന്ന് വിളിച്ച് സ്റ്റേജിൽ വീണ് കഴിഞ്ഞപ്പോഴേ മരണത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാർ. എത്രയുള്ള സഹോദരങ്ങൾ, ആരാധ, എത്രയോ കബറാളികൾ കിടക്കണം, എത്ര കാഞ്ഞങ്ങാടിനെ വിറപ്പിച്ച എത്രയോ കൊലവമ്പന്മാർ, എത്രയോ കോടീശ്വരന്മാര് കിടക്കണ. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഈ പള്ളിക്കാട്ടിൽ? നിങ്ങൾ പോകുന്നുണ്ടോ? ആരേക്ക് നിങ്ങളുടെ വാപ്പ കബറി കിടപ്പുണ്ടല്ലോ. വെള്ളിയാഴ്ച എപ്പോഴെങ്കിലും പോയി ഒരു യാസീൻ ഓതൂ. തിരക്കായി പോയില്ല എല്ലാവർക്കും, നിങ്ങൾക്കൊക്കെ വലിയ തിരക്ക. വാപ്പാന്റെ കബറിൽ പോയിട്ട് ഒരു യാസീൻ ഓതാൻ സമയമില്ല. പള്ളിക്കാട്ടിൽ കൂടെ പോകുമ്പോഴേ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ഒരു സലാം പറയാൻ സമയമുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഇനി എന്ന് നന്നാകാനാ? റമളാൻ വന്നിട്ട് നന്നാവാത്തവൻ ഇനി ഒരിക്കലും നന്നാവൂല. ഇന്ന് നന്നായില്ലെങ്കിൽ നമ്മളിനി നന്നാവൂല. ഏറ്റവും കൂടുതൽ ഉപദേശം മനസ്സിൽ സ്വാധീനിക്കുന്ന സമയവാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതം റമളാനാണ്. ഇനി അടുത്ത ദിവസം ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരഞ്ഞോ നീ? നിന്നെ കൊണ്ട് പറ്റുന്നത്ര കര. ആരും കാണണ്ട. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കരഞ്ഞോ? അള്ളാഹിനോട് കരഞ്ഞിട്ട് ചോദിച്ചു വാങ്ങ, എന്ത് വേനുണ്ട് പറ. നീ ചെയ്തത് നിനക്കല്ലേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. ഞാൻ ചെയ്ത പാപ എനിക്കറിയൂ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണത് നമ്മൾ ചെയ്യുന്നത് ആരും അറിയുന്നില്ല. നമ്മൾ ചെയ്യണത് ആരും അറിയില്ല മോനെ. നീ ചെയ്യണ എല്ലാരും അറിയണുണ്ട്. അള്ളാഹ് മാത്രമല്ല, ഞാനും അള്ളാഹും നീയും മാത്രമേ അറിഞ്ഞുള്ളൂ നമ്മൾ പറയുമെങ്കിലും നമ്മൾ ചെയ്യണ പാപം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും മാതാപിതാക്കളെ വലിയ സ്നേഹമാണ്. എന്നാൽ മരിച്ചതിന് ശേഷം